ആദ്യമേ ഒരു ഡിസൈൻ ഇടാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഡിസൈൻ ഒഴിവാക്കി പുതിയൊരു ഡിസൈൻ മാറ്റിയത് കൊണ്ടാണ് മുന്നേ ഒരു കല കാണുന്നത്. അത് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കട്ട, ഒരു സോറി ഞാൻ പറഞ്ഞേക്കാം. ഇത് ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ തന്നെ ഇട്ട മെഹന്തിയാണ് കേട്ടാ. സാധാരണ ആളുകൾ പണ്ടൊക്കെ മെഹന്തി ഇടുന്ന കാണുമ്പോൾ ഞാൻ വരെ ചിന്തിക്കാറുണ്ട്, അയ്യോ ഇതെന്തൊരു ഈസി ജോബാണെന്ന്. പക്ഷെ സ്വന്തം കയ്യിൽ തന്നെ ഇട്ട് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കാട്ടാ. എൻ്റെ സ്വന്തം കയ്യിൽ ഇടുന്ന നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇതൊരു മെഡിറ്റേഷൻ അല്ല, ഇത് ഫുള്ളും കോൺസെൻട്രേഷൻ ടെസ്റ്റ് തന്നെയാണ്. ആദ്യത്തെ ലൈൻ പോയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി ഇത് പൂക്കളാകുമോ അത് മെഹന്തി ആകുമോ. പക്ഷെ ഓരോ ലൈൻ വീതം വീതം ചേർത്ത് ഡിസൈൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഓക്കെ ടുഡേ വി ആർ നോട്ട് ആൻ ആർട്ടിസ്റ്റ്, ടുഡേ വി ആർ ആൻ ആർക്കിടെക്റ്റ് എന്ന്. അപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം എന്നുള്ള കാര്യം കൂടി ഉള്ളതുകൊണ്ടാട്ടോ. ഫിംഗർ ടിപ്സ് ഡാർക്ക് ആകുമ്പോഴേ ഞാൻ സീരിയസ് ആയിരുന്നു. കാരണം ഫിംഗർ ടിപ്സ് ആണ് ഡാർക്ക് ആയാൽ മെഹന്തി പെട്ടെന്ന് അങ്ങോട്ട് റിച്ച് ആകും എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലെ ഗുരുക്കന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 1 മണിക്കൂർ ഇരുന്നപ്പോൾ കൈക്ക് ചെറിയ പെയിൻ തുടങ്ങി, പിന്നെ ബാക്ക് പെയിൻ, പിന്നെ നെക്ക് പെയിൻ, ഒന്നും പറയണ്ടപ്പ. എന്നാലും ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഇതുവരെ ഇട്ടല്ലോ, ഇനി ഫിനിഷ് ചെയ്യാതെ നമ്മൾ എങ്ങനെ പിന്മാറും ഇതിനോട്? അതല്ലേ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇനി പിന്മാറില്ല, അത് എന്നാ കോപ്പിലെ പരിപാടിയാ അല്ലേ? ഡിസൈൻ മിഡിലായപ്പോൾ തന്നെ ഞാൻ ഫുള്ള് ഫ്ലോ ആയി, ലൈൻ ക്ലീൻ, ഡോട്ട്സ് പെർഫെക്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കി മെഹന്തി ഈസ് നോട്ട് ആൻ ജസ്റ്റ് ആൻ ആർട്ട്, ഇറ്റ് ഈസ് എ പേഷ്യൻസ് ഇൻ ലിക്വിഡ് ഫോംസ്. മൈൻഡ് കാമായി ഔട്ട്സൈഡ് നോയ്സ് പോയി ഇൻസൈഡ് ഫോക്കസ് മാത്രം. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ അത് ഒരു കൈൻഡ് ഓഫ് തെറാപ്പി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ സ്ലോ ആയി, കാരണം അവസാന സ്റ്റേജ് സ്റ്റോപ്പായി സ്പോയിലാകരുത്. ലാസ്റ്റ് ലൈൻ റോങ് ആയി പോയാൽ മുഴുവൻ ഡിസൈനും പോയി എന്ന് തോന്നും. സോ സ്ലോ മോഷൻ ആർട്ടിസ്റ്റ് മോഡ് ഓൺ, ബ്രീത്തിങ് കൺട്രോൾ, ഹാൻഡ് സ്റ്റഡി, ബ്രെയിൻ സൈലന്റ് ആൻഡ് ഫൈനലി ഫിനിഷ്. ഈ മെഹന്തി ഒരാൾക്ക് വേണ്ടിയല്ല, ഒരു ഫംഗ്ഷന് വേണ്ടിയല്ല, ഇത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് മാത്രം എടുത്തേട്ടാ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലും മെഹന്തി ഇടുന്ന കാണുമ്പോൾ ഇതൊരു ഈസി ജോബാണെന്ന് ഒരിക്കൽ പോലും കരുതണ്ട. ഇതൊരു സ്കില്ലാണ്, ഒരു പേഷ്യൻസ് ആണ്, ഇതൊരു ലവ് ആണ്. ആ കാര്യങ്ങൾ മറക്കരുത്. പിന്നെന്ന് വെച്ചാൽ ഇതിന്റെ ഫുൾ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഞാൻ ചാനലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ ഞാൻ ഫാസ്റ്റായിട്ട് കാണിക്കുന്നതുകൊണ്ട് ഡിസൈൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ,